മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. അതേസമയം പനവേൽ കന്യാകുമാരി ദേശീയപാതയിലെ ഷിരൂരിൽ ചായക്കട നടത്തുന്ന ലക്ഷ്മണയുടെ കടയ്ക്കരികെ ലോറി നിർത്തിയിടരുതെന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കർണാടക പോലീസ് പറയുന്നു. ലക്ഷ്മണയുടെ ചായക്കടയ്ക്ക് മുന്നിൽ 12 ലോറികൾ വരെ നിർത്തിയിടാറുണ്ടത്രേ. രാത്രി കട തുറന്ന് രാവിലെ കട പൂട്ടുന്നതാണ് ലക്ഷ്മണയുടെ പതിവ്. ലക്ഷ്മണയുടെ അച്ഛൻ 35 വർഷം മുമ്പ് തുടങ്ങിയതാണ് ഷിരൂരിലെ ഈ കട. ലക്ഷ്മണയുടെ കട ഒഴിപ്പിക്കാൻ പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയിരുന്നതായും പറയുന്നു. അപകടം നടന്ന ദിവസം ലക്ഷ്മണയുടെ കൂടെ കടയിൽ ഭാര്യയും മക്കളുമുണ്ടായിരുന്നു. രാവിലെ 8:30 അപകടത്തിനാസ്പദമായ മണ്ണിടിച്ചിൽ നടക്കുന്നത്. ലക്ഷ്മണയുടെ ഭാര്യ ശാന്തി, മക്കളായ അവന്തിക, റോഷണ്ണ, ലക്ഷ്മണയുടെ സഹോദരി ഭർത്താവ് ജഗന്നാഥ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ലക്ഷ്മണയുടെ ഭാര്യ ശാന്തി, മക്കളായ അവന്തിക, റോഷണ്ണ, ലക്ഷ്മണയുടെ സഹോദരി ഭർത്താവ് ജഗന്നാഥ എന്നിവരും അപകടത്തിൽ മരിച്ചിരുന്നു. ലക്ഷ്മണയുടെ ഭാര്യ അങ്കണവാടി അധ്യാപികയും മക്കൾ സ്കൂൾ വിദ്യാർത്ഥികളുമായിരുന്നു. 2 ദിവസം കഴിഞ്ഞാണ് ഇവരുടെ മൃതദേഹം പുഴയിൽ നിന്ന് തെരച്ചിലിന് ശേഷം കിട്ടിയത്. അപ്പോഴും അർജുനായി മണ്ണിനടിയിൽ തെരച്ചിൽ നടത്തണമെന്നാണ് കേരളത്തിൽ നിന്നെത്തിയവർ ആവശ്യപ്പെട്ടിരുന്നത്. കേരളത്തിൽ നിന്നുള്ളവർ പറഞ്ഞിട്ടാണ് തങ്ങൾ കുന്നിലും റോഡിലുമൊക്കെ 6 ദിവസം തെരച്ചിൽ നടത്തിയതെന്ന് കാർവാർ MLA സതീഷ് തേൽ പറയുന്നു. അർജുൻ ഈ റൂട്ടിലെ പതിവ് യാത്രക്കാരനായിരുന്നുവെന്നാണ് പറയുന്നത്. അർജുനെ പോലെ മലയാളികളായ മറ്റ് ലോറിക്കാരും സ്ഥിരമായി ഇവിടെയാണ് വരിക. ചായയും കാപ്പിയും ദോശയും ബ്രെഡും ഓംലറ്റുമൊക്കെ കഴിച്ചാണ് അവരിവിടുന്ന് പോകുന്നത്. അതേസമയം മറ്റൊരു ലോറി ഡ്രൈവറായ നാമക്കൽ സ്വദേശി ശരവണയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. ഗംഗാവലിയിലെ കുത്തൊഴുക്കിൻ്റെ വേഗത കുറഞ്ഞാൽ അർജുനെ കണ്ടെത്താനുള്ള ശ്രമം വീണ്ടും ആരംഭിക്കാനാണ് നാവികസേനയുടെ പരിപാടി.